Success is no accident. It is hard work, perseverance, learning, studying, sacrifice, and most of all, love of what you are doing. A very pleasant good morning to each and everyone virtually present here today. A very hearty welcome, all of you, our participants, distinguished guests, and other dignitaries on the inaugural function and logo release of the budding venture. The Molders Private Limited, the organization, stands for providing innovative, academic, and admin services for educational institutions. Prayer is not asking. Prayer is put up oneself in the hands of the God. I invite our young and beautiful guest, Miss Anamika from Samskriti School for the prayer song. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിടയാകണേ സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ ഭൂമി അമ്മ എന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ ജീവജാലങ്ങളാകയും ജന്മബന്ധുവായിടണേ ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. To welcome is to show honor. To welcome is to show integrity. It is with special excitement that I am pleased to invite Mr. Khalil Rahman, the founder and CEO of the EduMolders Private Limited, an innovative service provider for educational institutions. The very dynamic and supremely confident personality. He was the creative head of the very first digital magazine at school level. He has completed his post-graduation in computer science. He has worked as the managing director and advisory committee member of various educational institutions. He had taken the initiative, designed and established the Smart Classroom. He is the recipient of the state level award and recognition for the teacher's multimedia presentation. He is the author of 4 educational handbooks which is released for the academic guidance for the students of grade +1, +2 and computer science. Also, he has launched a highly informative website for the same. He had served as computer science teacher at various schools, past secretary of Kerala Private School Association, presently working as an established entrepreneur at UAE. Now, let's welcome Mr. Khalil Rahman to deliver the welcome address. എന്നെ ഇത്ര ഭംഗിയായി ഇൻട്രൊഡ്യൂസ് ചെയ്ത താങ്കൾക്ക് നന്ദി. എജുമോൾഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ലോഗോ പ്രകാശന വേദിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ള ബഹുമാന്യനായ
പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഡോക്ടർ അബ്ദുറഹ്മാൻ, എജു മോൾഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സ്ഥാപകരായ PP യൂസഫ് അലി, പ്രമോദ് തലാപ്പിൽ, ലത്തീഫ് പാണക്കാട്, എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാരവാഹികളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഈ ലോഗോ പ്രകാശന ചടങ്ങിൽ ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും സൂം ആപ്ലിക്കേഷനിലൂടെയൊക്കെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ആദ്യമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലെപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നവീന രീതിയിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിതമായ എജു മോൾഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ലോഗോയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ലോകം ഇന്ന് കോവിഡിൻ്റെ ഭീതിയിൽ ആഴ്ന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോവിഡാനന്തര കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ എന്തെല്ലാം പരിവർത്തനങ്ങളാണ്, എന്തെല്ലാം മാറ്റങ്ങളാണ് വരിക എന്നുള്ളത് നമുക്ക് കുറേയൊക്കെ മുൻകൂട്ടി കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എജു മോൾഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഈ കോവിഡിൻ്റെ ഭീഷണി നിലനിൽക്കുമ്പോഴും നിങ്ങൾക്ക് മുന്നിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. നമുക്കറിയാം, മഹാനായ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ സർവതോന്മുഖമായ എല്ലാ കഴിവുകളെയും പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യമാണ് എജു മോൾഡേഴ്സും ഇവിടെ സാർത്ഥകമാക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഏറെക്കാലത്തെ പരിചയമുള്ള PP യൂസഫ് അലി, ലത്തീഫ് പാണക്കാട്, പ്രമോദ് തലാപ്പിൽ, അവരോട് കൂടെ ഈ ഞാനും ഇങ്ങനെ ഒരു സംവിധാനവുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് മുന്നിലുള്ളത് വിദ്യാർത്ഥികളാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അവരുടെ സർവതോന്മുഖമായ കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്ന് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ, ഈ സംവിധാനത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിദ്യാർത്ഥിയെ ഭാവിയിലെ ഒരു ലെജൻഡാക്കി മാറ്റാൻ, ലോകോത്തര നിലവാരമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാൻ ഉതകുന്ന രീതിയിലുള്ള പല പ്രോജക്റ്റുകളും നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് എജു മോൾഡേഴ്സിൻ്റെ പദ്ധതികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മാനേജ്മെൻ്റ് ആവട്ടെ, അധ്യാപകരാവട്ടെ, അനധ്യാപകരാവട്ടെ, വിദ്യാർത്ഥികളാവട്ടെ, രക്ഷിതാക്കളാവട്ടെ, ഈ 4 തൂണുകൾക്കും ഏതെല്ലാം രീതിയിലാണോ മോൾഡിംഗ് നടത്തേണ്ടത്, ഏതെല്ലാം രീതിയിലാണോ അവരെ വാർത്തെടുക്കേണ്ടത്, വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ആ 4 തൂണുകളെയും നമ്മൾ വാർത്തെടുക്കുമ്പോൾ അവിടെ അതിൻ്റെ ആ വാർത്തെടുക്കുന്നത് കൊണ്ടുള്ള ഗുണം ആർക്കാണ് ലഭ്യമാകുന്നത്? പ്രധാനമായ തൂണായ വിദ്യാർത്ഥിക്കാണ് ലഭ്യമാകുന്നത്. അങ്ങനെ ഒരു വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ ഘടകങ്ങളെയും ഒരുക്കൂട്ടിക്കൊണ്ട്, ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും അഡ്മിനിസ്ട്രേഷൻ രംഗത്താവട്ടെ, അക്കാഡമിക് രംഗത്താവട്ടെ, എല്ലാ മാർഗനിർദ്ദേശങ്ങളും സേവനങ്ങളും നൽകുക എന്നുള്ളതാണ് എജു മോൾഡേഴ്സിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പ്രോജക്റ്റുകളുമായിട്ടാണ് എജു മോൾഡേഴ്സ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുൻപിൽ, വിദ്യാലയങ്ങൾക്ക് മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്നിൽ അർപ്പിതമായ കർത്തവ്യം എന്ന് പറയുന്നത് ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികളെ
സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കേവർക്കും ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഇന്നിവിടെ ലോഗോ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. കേരളത്തിലെ നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ രക്ഷാധികാരിയാണ് അദ്ദേഹം. മാത്രവുമല്ല, മത, രാഷ്ട്രീയ, സാമൂഹിക സേവന മേഖലകളിലെല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ഇന്ന് നമ്മുടെ ലോഗോ ഇനോഗ്രേഷന് വേണ്ടി, റിലീസിങ്ങിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എജു മോൾഡേഴ്സിൻ്റെ ലോഗോ റിലീസിങ്ങിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാനായ PP യൂസഫ് അലി സാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ പ്രഥമ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വൈസ് ചാൻസലറും CMATൻ്റെ MDയും ഇപ്പോൾ LBSൻ്റെ ഡയറക്ടറുമായ ഡോക്ടർ അബ്ദുറഹ്മാൻ സാറാണ് ഇന്ന് നമ്മോട് മുഖ്യപ്രഭാഷണം നടത്തുന്നത്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് എജു മോൾഡേഴ്സിൻ്റെ പ്രോജക്റ്റുകളെക്കുറിച്ച് വിവരണം നൽകുന്നത് എജു മോൾഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അക്കാഡമിക് ഡയറക്ടറായ പ്രമോദ് തലാപ്പിൽ സാറാണ്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം തികഞ്ഞ ഒരു അക്കാഡമീഷ്യനും വർഷങ്ങളോളം ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ് അധ്യാപകനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് എജു മോൾഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സമാദരണീയനായ മാനേജിംഗ് ഡയറക്ടർ ലത്തീഫ് പാണക്കാടാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക്, ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രക്ഷിതാക്കളെയും, എല്ലാ വിദ്യാർത്ഥികളെയും, എല്ലാ അധ്യാപകരെയും, എല്ലാ സഹോദരി സഹോദരന്മാരെയും, അതിനു പുറമെ വിശിഷ്യ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അധികാരികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും ഹർഷാരവത്തോടുകൂടി, സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. കോവിഡിന് ശേഷം സമ്പൽ സമൃദ്ധിയോടുകൂടിയ ഒരു ജീവിത വ്യവസ്ഥ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Hilarious morning to everyone present here. It's my privilege to invite Mr. PP Yusuf Ali sir for this occasion. He is most popular in social worker, educational activist and various entrepreneur. He is the leader of so many educational institutions. He is the manager of SSM aided school Muktala and the manager of SKDI English School. He is the state president of Kerala Private School Association KPSA and the school coordination committee president. He was elected as the member of Gram Panchayat and the member of Block Panchayat. He was the former Panchayat president in Alankod. He is Guanali Body Advisor in India, Ponnani Taluk Legal Advisory Board member and BSNL Advisory Board member. So, in this occasion, let me invite Mr. PP Yusuf Ali sir for presidential address. Please, sir. എല്ലാവർക്കും നമസ്കാരം. ചങ്ങരംകുളത്തെ കേന്ദ്രമായി ആരംഭിക്കുന്ന എജു മോൾഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സ്ഥാപനത്തിൻ്റെ ലോഗോ പ്രകാശനമാണ് ഇവിടെ ഈ ഇന്നത്തെ സാഹചര്യം ഇതായതുകൊണ്ട് ഈ ഓൺലൈനിലൂടെ നടത്തുന്നത്. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന
ഈ ലോഗോ പ്രകാശനത്തിന് ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ഈ പരിപാടിയിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ അബ്ദുറഹ്മാൻ സാർ, ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡയറക്ടർമാരായിട്ടുള്ള CEO ഖലീലുർ റഹ്മാൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രമോദ് മാഷ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് MD-യുമായ ലത്തീഫ് പാണക്കാട് തുടങ്ങിയ ഭാരവാഹികളെ, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്തിൻ്റെ ഏകദേശം 30-33% വിദ്യാഭ്യാസം നൽകുന്നത്, സർക്കാർ നൽകേണ്ട ഉത്തരവാദിത്തങ്ങൾ നൽകുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. കേരളത്തിൻ്റെ അവസ്ഥയിൽ ഈ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് പല പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യം ആണ് എന്നുള്ളത്. ഇന്നത്തെ ഈ കൊറോണ മഹാമാരിയുടെ വിഷയങ്ങളിൽ ഉൾപ്പെട്ട എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഈ സ്വകാര്യ മേഖലയെ സംബന്ധിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. മാറി വരുന്ന സർക്കാരുകൾ ഈ ഇത്തരം സ്ഥാപനങ്ങളെ വേണ്ടത്ര ശ്രദ്ധിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം നൽകേണ്ട സർക്കാരിൻ്റെ ബാധ്യതകളിൽ നല്ലൊരു ഭാഗവും ഏറ്റെടുക്കുന്ന ഈ മേഖലയ്ക്ക് ഒരു പരിഗണനയും നൽകാതെയാണ് സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാപനങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങളെ എജു മോൾഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ആരംഭിച്ചു. ആ സ്ഥാപനത്തിൽ സ്കൂളുകൾ ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനം എന്ന നിലക്കാണ് ഞങ്ങളിതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരമുണ്ടായ സ്ഥാപനങ്ങൾ നടത്തിയും, അതേപോലെ തന്നെ കേരള പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ്റെ ഭാരവാഹികളായി പ്രവർത്തിക്കുന്ന ഞങ്ങൾ 4 പേർക്കും ഈ മേഖലയുമായി കുറേ മറ്റ് പ്രൊഫഷണൽ ഏജൻസികൾ നൽകുന്നതിലുപരി സ്ഥാപനങ്ങൾക്ക് ഗുണകരമാകുന്നതും സൗകര്യവുമാകുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കാൻ തയ്യാറായിട്ടുള്ളത്. അതിൻ്റെ ലോഗോ പ്രകാശനമാണ് ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്നത്. ഞങ്ങൾ ഈ ആവശ്യവുമായി ഇതിൻ്റെ ലോഗോ പ്രകാശനം നടത്താൻ നമുക്കൊക്കെ അറിയാം, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സ്ഥാപനത്തിൻ്റെ മേലധികാരി എന്ന നിലക്കും ന്യൂനപക്ഷ വിദ്യാഭ്യാസ സെല്ലിൻ്റെ ഭാരവാഹി എന്നൊക്കെ നിലക്കും അദ്ദേഹം തന്നെ ഇതിൻ്റെ തുടക്കങ്ങൾ കുറിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ സമീപിക്കുകയും വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കതിൽ അദ്ദേഹത്തോട് കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ കൂടിയായിരുന്ന ഡോക്ടർ അബ്ദുറഹ്മാൻ സാർ, അദ്ദേഹത്തോട് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഈ കോവിഡിൻ്റെ പരിധികളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു മുഖ്യ പ്രഭാഷണം നടത്താൻ അദ്ദേഹം തയ്യാറായത് ഞങ്ങൾക്കധികം സന്തോഷമുണ്ട്. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഈ മേഖലയിൽ തന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഞങ്ങളുമായി വളരെ അടുപ്പം ബന്ധമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേലധികാരികളും ബന്ധപ്പെട്ട പ്രിൻസിപ്പാൾമാരൊക്കെ അടങ്ങുന്ന ജീവനക്കാരടക്കമുള്ളവർ ഈ ഉദ്ഘാടന സെക്ഷനിൽ, ഈ ലോകപ്രകാശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾക്കതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളെക്കുറിച്ച് ആരെയും ഈ മേഖലയിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സർവീസ് ഓറിയൻ്റൽ എന്നുള്ളൊരു വ്യത്യസ്തമായി സ്ഥാപനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നൽകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിലെല്ലാവരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് വേണ്ട സർവീസുകൾ ഞങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഇവിടെ ഖലീൽ പ്രാഥമികമായിട്ട് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ലോഗോ പ്രകാശനം കഴിഞ്ഞാൽ പ്രിയപ്പെട്ട പ്രമോദ് മാഷ് അദ്ദേഹം ഞങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയും. അതിനുശേഷം മാനേജിംഗ് ഡയറക്ടർ ലത്തീഫ് പ്രവർത്തനത്തെക്കുറിച്ച് പറയും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ടും ഈ ഒരു ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാവരുടെയും സഹകരണങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഞാൻ ആവശ്യപ്പെടുന്നു. ഒരു നല്ല ഒരു സംവിധാനമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ
ലോഗോ പ്രകാശനം നടത്താൻ വേണ്ടി ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന എല്ലാവരും ബഹുമാനിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഒരുപാട് സ്ഥാപനത്തിൻ്റെ മേലധികാരി കൂടിയായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും വേണ്ടി. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. Honorable dignitaries and most valued teachers, it's my tremendous pleasure to introduce our guest of honor for today's program. We are indeed privileged to have most respected Panakkad Sayyid Sadiq Ali Shihab Al Hussaini Tangal. Tangal is the Malappuram District President of Indian Union Muslim League in Kerala. He is the Managing Director of Satyadhara as well as Gulf Satyadhara. Tangal is also the Committee Chairman of Darshana TV. He is the President of Jannatul Ulum Arabic College and Secretary of Jamia Nooriya Arabic College. Panakkad Sayyid Sadiq Ali Shihab Al Hussaini Tangal is the fourth son of PMSA Pukoyo Tangal. It's my proud privilege to welcome the most honorable and respected Panakkad Sayyid Sadiq Ali Shihab Al Hussaini Tangal, sir, to this function. Sir, please, we welcome you to inaugurate this function. Thank you. പ്രിയപ്പെട്ടവരെ, എജു മോൾഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ചങ്ങരകുളത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്തും ആവേശവും ഊർജവും പകരുന്നതിന് വേണ്ടി പുതിയൊരു സംരംഭം തുടക്കം കുറിക്കപ്പെടുകയാണല്ലോ. നമ്മുടെ ആദരണീയനായ യൂസുഫ് അലി PP യൂസുഫ് അലി സാഹിബ് ചെയർമാൻ, അതിൻ്റെ CEO ആയിട്ട് ഖലീൽ റഹ്മാൻ, MD ആയിട്ടുള്ള ലത്തീഫ് പാണക്കാട്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രമോദ് തലാപ്പിൽ തുടങ്ങി സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഈ സ്ഥാപനത്തിന് ഊർജം പകർന്നുകൊണ്ട് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും ശ്രദ്ധയൂന്നി മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് ഈ കോവിഡ് പോലെയുള്ള കൊറോണ പോലെയുള്ള ഈ ദുരന്തങ്ങൾക്ക് ഇടയിൽ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അധ്യാപകനും അല്ലെങ്കിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധം, ആ ബന്ധത്തെപ്പോലും ഇപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നഷ്ടപ്പെടുകയാണ്. കാരണം സ്കൂൾ തുറക്കാൻ കഴിയുന്നില്ല, ഓൺലൈനിലേക്ക് വിദ്യാഭ്യാസം തൽക്കാലത്തേക്കെങ്കിലും മാറിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ പല മേഖലകളെയും ബാധിക്കുന്നതോടൊപ്പം ഏറ്റവും അടിസ്ഥാനപരമായ മേഖലയായ വിദ്യാഭ്യാസത്തെയും ഇന്ന് ബാധിക്കുകയാണ്. അവിടെയാണിപ്പോൾ ഈ എജു മോൾഡേഴ്സിനെ പോലെയുള്ള വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്തു പകരാൻ ഒരു മോൾഡിംഗ് സ്ട്രക്ചർ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് നല്ല കാഴ്ചപ്പാട് പകരുവാനുള്ള സംരംഭങ്ങളുടെ പ്രസക്തി അവിടെയാണ്. ഞാൻ യൂസുഫ് അലി സാഹിബിനെയും ഖലീലിനെയും ലത്തീഫും പ്രമോദും അവരൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവരൊക്കെ പല തിരക്കുകളുള്ള വ്യക്തികളാണ്. യൂസുഫ് അലി രാഷ്ട്രീയമായിട്ട് വലിയ തിരക്കുള്ള ആളാണ്, മറ്റുള്ള വിദ്യാഭ്യാസ മേഖലയിൽ തിരക്കുള്ള വ്യക്തിത്വങ്ങളാണ്. പക്ഷെ അവരുടെ അനുഭവ സമ്പത്ത് ഇവിടെ സമൂഹത്തിന് വേണ്ടി അവർ സമർപ്പിക്കുകയാണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള സംരംഭങ്ങൾ എന്നുള്ളത് അത് ആര് നടത്തിയാലും അത് സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഞാനെപ്പോഴും അത് പറയാറുണ്ട്. ഒരു സ്കൂൾ ഒരിക്കലും അതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആയാലും അത് ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, ജനങ്ങളുടേതാണ്, രാഷ്ട്രത്തിൻ്റേതാണ്. ഇനി പ്രൈവറ്റ് മേഖലയിൽ സ്കൂളായാലും അത് പ്രൈവറ്റ് മാനേജറുടെ മാത്രമല്ല, അത് രാഷ്ട്രത്തിൻ്റെ സമ്പത്താണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഓരോ നടപടിയും അത് രാഷ്ട്രത്തെ പുഷ്ടിപ്പെടുത്തുവാനുള്ളതാണ്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് വിദ്യാഭ്യാസമുള്ള തലമുറയാണ്. വിദ്യാഭ്യാസവും യോഗ്യതയുമുള്ള തലമുറയാണ്. വിദ്യാഭ്യാസം മാത്രം പോരാ,
കുറേ ഡിഗ്രി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ ഡിഗ്രിക്ക് അവൻ യോഗ്യനാണോ? ഒരു വിദ്യാർത്ഥി അവൻ നേടിയിട്ടുള്ള ബിരുദത്തിന് അവൻ യോഗ്യനാണോ? അപ്പോഴേ അവൻ്റെ ആ വിദ്യാഭ്യാസം കൊണ്ട് രാഷ്ട്രത്തിന് നേട്ടമുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ആ സമയം പാഴാവും, അത്രയേ ഉള്ളൂ. ഒരു ബിരുദധാരിക്ക് ആ ബിരുദധാരി അവൻ നേടിയ ബിരുദത്തിന് യോഗ്യനാണോ? അപ്പോൾ ആ യോഗ്യതയുള്ളവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു ബിരുദത്തിന് യോഗ്യതയുള്ള വിദ്യാർത്ഥിയെ കണ്ടെത്തണം. അല്ലാതെ ഒരു സയൻസ് ബിരുദധാരി ചിലപ്പോൾ ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു സയൻസ് എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിൽ എപ്പോഴും ഗവേഷണത്തിനാണ് അവിടെ സാധ്യതയുള്ളത്. അപ്പോൾ ഗവേഷണ മനസ്സുള്ള ഒരാൾക്ക് ശാസ്ത്ര ബിരുദം കൊണ്ട് കാര്യമുള്ളൂ. അതല്ലാതെ ഗവേഷണ മനസ്സില്ലാത്തൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര മേഖലയിൽ മുന്നേറിയിട്ടും കാര്യമുണ്ടാവുകയില്ല. അപ്പോൾ ആ ശാസ്ത്ര മേഖലയിൽ മുന്നേറാൻ കഴിവുള്ള വിദ്യാർത്ഥികളെ നമുക്ക് കണ്ടെത്താൻ കഴിയണം. അപ്പോൾ അതിന് വിദ്യാഭ്യാസ മേഖല അതിനുള്ള കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാട് മാനേജ്മെൻറ്റിന് കൊടുക്കണം, ആ കാഴ്ചപ്പാട് അധ്യാപകർക്ക് കൊടുക്കണം, ആ കാഴ്ചപ്പാട് PTA-ക്ക് കൊടുക്കണം, രക്ഷിതാക്കൾക്ക് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ, ഇതാണ് എജു മോൾഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സംരംഭങ്ങളിലൂടെ അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ വളരെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഒരു പ്രവർത്തനമായി ഇതിനെ വിലയിരുത്തുവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിനുപോലെ നിങ്ങളുടെ പരിപാടികളുമായി ഇനിയും സഹകരിക്കേണ്ടി വരും. എപ്പോൾ വിളിച്ചാലും വരാം. ഏത് സഹായവും നമുക്ക് നൽകാൻ കഴിയും. കാരണം ഇത് രാഷ്ട്രത്തെ പുഷ്ടിപ്പെടുത്തുന്ന കാര്യമാണല്ലോ. വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്ന നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് എല്ലാ വിജയങ്ങളും ഒരിക്കൽ കൂടി നേരുന്നു. ജയ് ഹിന്ദ്. വളരെയധികം നന്ദി ബഹുമാന്യനായ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അടുത്തതായി എജു മോൾഡേഴ്സിന്റെ ഈ ലോഗോ പ്രകാശന ചടങ്ങിൽ നമ്മോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ശ്രീ പ്രമോദ് തലാപ്പിൽ. അദ്ദേഹം എജു മോൾഡേഴ്സിന്റെ പ്രോജക്റ്റുകളെ കുറിച്ച്, നിലവിലെ വിദ്യാഭ്യാസ മേഖലയിലെ അവസ്ഥകളെക്കുറിച്ച് നമ്മോട് വിവരിക്കുന്നതാണ്. അതിനായി അദ്ദേഹത്തെ ആദരപൂർവം ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് അധ്യാപകനും സംസ്കൃതി സ്കൂൾ മാനേജറും വിദ്യാഭ്യാസ സാംസ്കാരിക സേവന രംഗങ്ങളിൽ അതികായകനുമായ അദ്ദേഹത്തെ ഹർഷാരവത്തോടുകൂടി സവിനയം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനരായ വിശിഷ്ടാതിഥികളെ, വേദിയിൽ ഇരിക്കുന്ന മലബാറിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുടെ മേധാവിയും ആധ്യാത്മിക നേതൃത്വവുമായിട്ടുള്ള സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സാർ, ഈ ചടങ്ങിന് മുഖ്യാതിഥിയായിട്ടുള്ള നമ്മുടെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ, ഇപ്പോൾ LBS സെൻറ്ററിൻ്റെ ഡയറക്ടറും ആയിട്ടുള്ള പ്രൊഫസർ ശ്രീ അബ്ദുറഹ്മാൻ സാഹിബ്, എജു മോൾഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ചെയർമാനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനുമായ ബഹുമാനായ PP യൂസുഫ് അലി സാഹിബ്, ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ ലത്തീഫ് പാണക്കാട്, ഈ സ്ഥാപനത്തെ നിയന്ത്രിക്കുകയും അതിന് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഖലീൽ റഹ്മാൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, സ്കൂൾ മാനേജർമാരെ, നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തിൽ 1000 പഞ്ചായത്തുകളുണ്ട്. 1000 പഞ്ചായത്തുകളിലായിട്ട് നമുക്ക് ഏകദേശം 1648 ഗവൺമെൻറ് എയ്ഡഡ് വിദ്യാലയങ്ങളുണ്ട്. അതിന് പുറമെ 4000-ഓളം സ്വകാര്യ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളുണ്ട്. ഇതിനർത്ഥം ഏകദേശം
21,000-ഓളം വിദ്യാലയങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ 1000 പഞ്ചായത്തുകളിലായിട്ടുണ്ട്. ഇതിനർത്ഥം ഒരു വാർഡിൽ 2 വിദ്യാലയങ്ങൾ എന്ന നിരക്കിൽ നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങളാൽ സമ്പുഷ്ടമാണ്. സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്ന് 1,60,000-ഓളം അധ്യാപകരും 40,000-ഓളം അധ്യാപക ഇതര ജീവനക്കാരും ജോലി ചെയ്യുന്നുണ്ട്. 2 ലക്ഷം ജീവനക്കാർ സർക്കാർ ഗവൺമെൻറ് എയ്ഡഡ് മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിന് പുറമെ അൺഎയ്ഡഡ് മേഖലയിൽ 1 ലക്ഷത്തോളം ജീവനക്കാർ അധ്യാപകരുമായി ജോലി ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടും ചേർത്താൽ സർക്കാർ മേഖലയിൽ 1,100-ഓളം കോടി രൂപ പ്രതിമാസവും അൺഎയ്ഡഡ് മേഖലയിൽ ഏകദേശം 300 കോടി രൂപ പ്രതിമാസവും, അങ്ങനെ 1,400 കോടി രൂപ പ്രതിമാസം അടിസ്ഥാന വിദ്യാഭ്യാസത്തിനായി LKG മുതൽ +2 വരെയുള്ള വിദ്യാഭ്യാസത്തിനായി നമ്മുടെ കേരളത്തിൽ ചെലവിടുന്നുണ്ട്. ഇതിന് പുറമെയാണ് നമ്മൾ കാണുന്ന ഈ എൻട്രൻസ് കോച്ചിങ്ങുകൾ, ട്യൂഷൻ സെൻ്ററുകൾ, ഇവയെല്ലാം. ഇത്രയും തുക ചെലവിടുന്നത് 37 ലക്ഷം കുട്ടികൾ 1 മുതൽ 10 വരെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലും 10 ലക്ഷത്തി അടുത്ത കുട്ടികൾ അൺഎയ്ഡഡ് മേഖലയിലും ആയിട്ട് 47 ലക്ഷം കുട്ടികൾക്കായിട്ടാണ് ഈ പൈസ ചിലവിടുന്നതായിട്ട് സർക്കാർ രേഖകളിൽ കാണുന്നത്. നമ്മൾ പലപ്പോഴും ഓഡിറ്റിംഗ് ചെയ്യാറുണ്ട്. ഒരു സ്ഥാപനം ആകുമ്പോൾ അതിൻ്റെ വരുമാനം എത്ര, വരുമാനം ശരിക്ക് വന്നോ, ചിലവെത്ര, ചിലവ് ശരിക്ക് ചെയ്തോ, എത്ര ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓഡിറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഒരിക്കലും പെർഫോമൻസ് ഓഡിറ്റ് ചെയ്യാറില്ല. ഇത്രയും തുക പൊതുഖജനാവിൽ ചിലവെടുക്കുന്ന ഒരു മേഖലയിൽ തിരിച്ചെന്ത് ലഭിക്കുന്നു? 1,400 കോടിയോളം രൂപ ഒരു വർഷം മലയാളി ചെലവിടുന്ന ഒരു മേഖലയിൽ നിന്ന് ഒരു മാസം തിരികെ എന്ത് ലഭിക്കുന്നു എന്നത് ഓഡിറ്റ് ചെയ്യപ്പെടണ്ടേ, അത് കണക്കാക്കപ്പെടണ്ടേ. ഏതെല്ലാം തലങ്ങളിലാകണം എന്നെനിക്കറിയില്ല. പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് താല്പര്യമുള്ള വ്യക്തി നിലയിൽ ഞാൻ കാണുന്നത് ഈ ചിലവിനെ അക്കാദമിക രംഗത്ത് ഓഡിറ്റ് ചെയ്യപ്പെടണം. അധ്യാപകർ വിലയിരുത്തപ്പെടണം. പ്രിൻസിപ്പൽമാർ, ഹെഡ് മാസ്റ്റർമാർ വിലയിരുത്തപ്പെടണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കൊരു സിസ്റ്റം വേണം. ഇപ്പോൾ നമുക്കെല്ലാം അറിയാം, നമ്മുടെ സ്വകാര്യ വിദ്യാലയ സ്ഥാപനങ്ങളിൽ നമ്മൾ വലിയ കെട്ടിടങ്ങളുണ്ടാക്കും, നമ്മൾ അധ്യാപകരെ ഇൻ്റർവ്യൂ ചെയ്യും, അപ്പോയിൻ്റ് ചെയ്യും, പ്രിൻസിപ്പൽമാരെ നിയമിക്കും, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കും, ഫീസ് കളക്ട് ചെയ്യും. പക്ഷേ നമ്മൾ ദൈനംദിന ചെയ്യേണ്ട ഒരു പ്രധാന പ്രക്രിയ, നിത്യേന ചെയ്യേണ്ട പ്രധാന പ്രക്രിയ, നമ്മൾ ഉണ്ടാക്കിയ ഈ സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ കുട്ടികൾക്ക്, നമ്മൾ വിശ്വസിച്ച് നമ്മൾ ഏൽപ്പിച്ച കുട്ടികൾക്ക് അവർ അർഹിക്കുന്നത് ലഭിക്കുന്നുണ്ടോ? ഇത് നാം നിത്യേന പരിശോധിക്കുന്നുണ്ടോ? ഈ അവസ്ഥയിലാണ് എഡ്യൂമോൾഡേഴ്സ് എന്ന സംരംഭം രൂപീകൃതമാകുന്നത്. പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് സ്വകാര്യ, ഗവൺമെന്റ്, എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു സ്ഥാപനത്തെ ഏത് രീതിയിൽ മോൾഡ് ചെയ്യണം, ഒരു സ്ഥാപനം
മോൾഡ് ചെയ്യപ്പെട്ടാൽ മാത്രമേ ആ സ്ഥാപനത്തിലെ കുട്ടികളെ ആ രീതിയിലാവുകയുള്ളൂ. ധാർമ്മിക വിദ്യാഭ്യാസ രംഗത്തായിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ, ഈ രംഗങ്ങളിൽ വിദ്യാലയ സ്ഥാപനങ്ങളെ അവരുടെ അക്കാദമിക രംഗത്തും അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തും അതുപോലെ തന്നെ വിദ്യാലയങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് ഉള്ള വരുന്ന പുതിയ കാലഘട്ടത്തിൽ വരുന്ന പുതിയ പുതിയ ടെക്നോളജി സംബന്ധിച്ചും വിദ്യാലയത്തിന് തുടർച്ചയായ സപ്പോർട്ട് കൊടുക്കുന്ന സ്ഥാപനം ഇതാണ് എഡ്യൂമോൾഡേഴ്സ്. ഇതിൽ അക്കാദമിക രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ചുമതലയാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ഇതിനായി നാം സ്വരൂപിച്ചിട്ടുള്ള നിരവധി വ്യക്തികളുണ്ട്. നഴ്സറി വിദ്യാഭ്യാസ രംഗത്ത് നിപുണരായിട്ടുള്ള മോണ്ടിസോറി ടീച്ചേഴ്സുണ്ട്. ഹൈസ്കൂൾ രംഗത്ത് അധ്യാപകരുണ്ട്. ഹയർ സെക്കൻഡറി രംഗത്ത് അധ്യാപകരുണ്ട്. എല്ലാം പുറമെ ഇന്ത്യയിലെ പ്രമുഖ കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ പ്രിൻസിപ്പൽമാരായി 30 കൊല്ലത്തിലധികം സർവീസ് പ്രവർത്തിച്ച അധ്യാപക ശ്രേഷ്ഠരുടെ, വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച അധ്യാപക ശ്രേഷ്ഠരുടെ പിന്തുണയുമുണ്ട്, സാന്നിധ്യമുണ്ട്. ഇവർക്കെല്ലാം നേതൃത്വം നൽകാൻ, ഇവർക്കെല്ലാം നിർദ്ദേശം നൽകാൻ കഴിയുന്ന ശാസ്ത്രരംഗത്തും മറ്റെല്ലാ രംഗങ്ങളിലുമുള്ള ഉന്നത ശ്രേഷ്ഠരായ വ്യക്തികളും ഈ സംരംഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ഏവർക്കും ഈ സ്ഥാപനത്തിന് വേണ്ടി, എഡ്യൂമോൾഡേഴ്സിന് വേണ്ടി ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. The next onto the dais, Dr. M. Abdurrahman, an eminent academician and an able administrator, currently is the Managing Director of Kerala State Centre for Advanced Printing and Training, Director of Centre for Disability Studies and Principal of LBS Institute of Technology for Women. He served as first Pro-Vice Chancellor of APJ Abdul Kalam Technological University, Kerala. He also served as Vice Chancellor of the university. He received the Doctor of Philosophy degree in Computer Science and Engineering from Karapagam University. He obtained his Master of Technology from Kerala University in 2004 and Bachelor of Technology from Calicut University 1998. He achieved postgraduate diploma in Human Resource Management from Kerala University in 2006 and Master of Business Administration in 2008. He was the former Director, All India Council for Technical Education, the apex body of technical education under Ministry of Human Resource Development, Government of India, which regulates engineering management, architecture, hotel management, pharmacy institutions of the country. He also served as the Director of Vocational Higher Secondary Education under Kerala Government. Inviting Dr. Abdurrahman for the keynote speech. Thank you. Hi, very good morning to you all. I am very happy to be part of this logo release function of EduMolders. As you know, we are going and we are moving in a very difficult situation right now. The COVID pandemic has created very difficult and strange situation to all around the world. We are trying to overcome that situation using all our technology and all our efforts. EduMolders are going to give services to the society to create a new skilled society, providing services, training and courses to the education field. Now all our students, all our children are staying away from the schools, colleges and all our institutions. But let me tell you that education is a continuous process. We can't stay away from the education process. Without education, we cannot move further. So we are using the technology to create a new skilled society. We are using the technological platform to continue our education to the
growing society. Now the online classes are, as I mentioned, the machines are ruling the world. Robotics, machine intelligence, artificial intelligence, the data analytics. So they are ruling the present world right now. So we have to learn these new technologies. We have to spread these technologies to the growing children. So I hope that the EduMolders are going to train the teachers to spread this kind of technology to the society. So my humble request to the teachers is that we should teach the students not only to pass in an examination. So we should teach the students to learn what is the overall effect of that learning. So we should use this kind of technologies for creating our young society, and I wish every success to this EduMolders for this new venture. And actually you are doing a very good job, and I wish each and every success in all your efforts. Thank you. It's the time to extend the word of gratitude to everyone. For this, we have Mr. Latif Panakar with us, the educational entrepreneur, the leading figure and backbone of many educational institutions and related organizations. The dream of his dynamic leadership goes like as Managing Trustee of Good Hope Central School, Chirvalur, General Secretary of Minority Educational Trust and Talent Educational Trust, Manager, Talent Institute of Architecture, TIBA and Talent Institute of Management Studies, General Secretary of ACMA and KPSA, Vice President of Association of Management Institution, Calicut University, Managing Director of Nadar Group Companies, Director of SKDA English School, Secretary of School Association and Coordination Committees, former member of Perumbudap Gram Panchayat, and as the Managing Director of EduMolders, he steps into educational services and thus offer helping hands to all in this sector. With this, let me invite Mr. Latif sir to extend the word of thanks. Sir, please. ഈ പരിപാടിയുടെ ലോഗോ പ്രകാശനത്തിൻ്റെ അധ്യക്ഷനും EduMolders-ൻ്റെ ചെയർമാനുമായ PP യൂസുഫലി സാഹിബ്, ലോഗോ പ്രകാശന ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, നമുക്ക് സ്വാഗതം ആശംസിച്ച EduMolders-ൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഖലീലുർ റഹ്മാൻ, EduMolders-ൻ്റെ പ്രൊജക്റ്റ് അവതരിപ്പിച്ച അക്കാഡമിക് ഡയറക്ടർ ബഹുമാന്യനായ തലാപ്പിൽ പ്രമോദ് മാഷ് അവർകൾ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, EduMolders-ൻ്റെ അഭ്യുതകാംക്ഷികൾ, ഗുണകാംക്ഷികൾ, മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയൊരു തുടക്കം കുറിച്ചുകൊണ്ട് സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകിയാൽ അത് എത്രമാത്രം ഗുണം ലഭിക്കുമെന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിച്ച് വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വിദ്യാഭ്യാസപരമായും മറ്റും എല്ലാ മേഖലയിലും പുതിയൊരു തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയാണ് EduMolders തയ്യാറായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും അതുപോലെ നമ്മുടെ പ്രൊജക്റ്റിനെക്കുറിച്ച് പ്രതിപാദിച്ച പ്രമോദ് തലാബി സാറൊക്കെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. എല്ലാവരെയും കൃതജ്ഞതയോടെ ഓർമ്മിക്കുന്നതോടുകൂടി തന്നെ
ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ഒരുപാട് തിരക്കിനിടയിലും ഈ കൊറോണ കാലത്ത് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടുകൂടി തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ലോഗോ പ്രകാശന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തെ ആദരവപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് ചെറിയ പ്രായത്തിനിടയ്ക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് പുതിയ അക്കാഡമിക് തലങ്ങളിൽ ഒരു വെള്ളി നക്ഷത്രം പോലെ ശോഭിക്കുന്ന നമ്മുടെ അബ്ദുറഹ്മാൻ സാറ്, അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസമാണ് LBSൻ്റെ ഡയറക്ടർ സ്ഥാനം കേരള സർക്കാർ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ളത്. CAPTൻ്റെ ഉത്തരവാദിത്വവും വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഉത്തരവാദിത്വമൊക്കെ വളരെ തന്മയത്വത്തോടു കൂടി കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട, ഞങ്ങളൊക്കെ വളരെ സ്നേഹപൂർവ്വവും അതിലേറെ ബഹുമാനപൂർവ്വം നോക്കിക്കാണുന്ന അബ്ദുറഹ്മാൻ സാറ്, അദ്ദേഹത്തെയും അദ്ദേഹത്തിന് എജുമോൾഡേഴ്സിൻ്റെ പേരിൽ ഞങ്ങൾ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. എജുമോൾഡേഴ്സിന് നേതൃത്വം കൊടുക്കുന്ന ചെയർമാൻ, ഈ യോഗാധ്യക്ഷൻ PP യൂസഫലി സാഹിബിനും, അതുപോലെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഖലീലുർ റഹ്മാൻ അവർകൾക്കും, അക്കാഡമിക് ഡയറക്ടർ ബഹുമാന്യനായ പ്രമോദ് തലാപ്പിൽ അവർകൾക്കും, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ ഈ സൂം മീറ്റിങ്ങിൽ ഈ ഇനാഗുറേഷൻ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, ലോഗോ പ്രകാശന കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എജുമോൾഡേഴ്സിൻ്റെ പേരിലും സ്വന്തം നിലക്കും എല്ലാവിധ ആശംസകളും അതോടുകൂടി തന്നെ കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. पंजाब